ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉലർത്താണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഉലർത്ത്. പരിപ്പും ക്യാബേജും കൂടെ ചേർത്തുണ്ടാക്കുന്ന ഉലർത്താണിത്. ഇതെൻ്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ടാക്കുന്ന ഒരു കറിയാണ്. ഇരുന്നൂറ് ഗ്രാം തോരപ്പരിപ്പ് നല്ലതുപോലെ കഴുകിയ ശേഷം ഒരു പാനിലേക്ക് ഇടാം വേവിക്കാനായിട്ട്. പരിപ്പ് വേവിന് ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം. പരിപ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പരിപ്പിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി. ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ പരിപ്പിൽ ആദ്യം ഒഴിച്ച വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് കുറച്ചും കൂടെ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം, ഒരു 1/4 കപ്പിന് താഴെ അളവിലുള്ള വെള്ളമാണ് ഒഴിച്ചത്. പരിപ്പ് ഒത്തിരി വെന്ത് കുഴഞ്ഞു പോരുത്. ആ പരിപ്പിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടി വരില്ലേ, ആ ഒരു പാകം വരെ പരിപ്പ് വേവിച്ചാൽ മതി. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് പരിപ്പ് വേവിക്കാം. ഞാനിവിടെ ക്യാബേജ് എടുത്തിരിക്കുന്നത് ഒരു 400 ഗ്രാം ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഈ ക്യാബേജ് നമുക്ക് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ക്യാബേജിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. ക്യാബേജിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഉപ്പും ക്യാബേജും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ പരിപ്പിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പരിപ്പിൽ അധികം വെള്ളമില്ല, ആ സമയത്താണ് ഞാൻ ക്യാബേജ് ഇടുന്നത്. പരിപ്പിൽ ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ക്യാബേജ് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ വീണ്ടും അത് ഒത്തിരി കുഴഞ്ഞു പോകും. ക്യാബേജ് ജസ്റ്റ് ഒന്ന് ആവി കൊണ്ട് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഞാൻ പരിപ്പിൻ്റെ മുകളിലേക്ക് ക്യാബേജ് നിരത്തിയിടാം. ഈ ക്യാബേജിലേക്ക് കുറച്ച് വെള്ളം, പരിപ്പിലൊട്ടും വെള്ളം ഇല്ലാണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ക്യാബേജിലേക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഓരോ മിനിറ്റ് കൂടുമ്പോഴും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് ക്യാബേജ് നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പരിപ്പും ക്യാബേജും നല്ലതുപോലെ വെന്തിട്ട് ഞാനിത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി, ഒരു 5-6 ചുവന്നുള്ളിയും അതേപോലെ തന്നെ 3-4 വലിയ വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് നല്ലതുപോലെ ചതച്ചെടുക്കും. ഇനി പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൊണ്ട് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇടിച്ച മുളക് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. മുളക് നല്ലതുപോലെ മൂത്ത ശേഷം അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പരിപ്പും ക്യാബേജും ചേർക്കുക. ഇപ്പം ഞാൻ നല്ലതുപോലെ തണുത്ത ശേഷമാണ് ഞാൻ പരിപ്പും ക്യാബേജും മുളകിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിപ്പും ക്യാബേജും ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ ചൂടോടുകൂടി പരിപ്പും ക്യാബേജും എടുത്ത് ഉടത്തുമ്പോഴത്തേക്ക് അതെല്ലാം അങ്ങ് ഉരുണ്ട് ബോൾ പോലെ ആയിപ്പോവും. അപ്പോൾ ആ ക്യാബേജിനുള്ളിലോട്ട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് മുളക് പൊടി ഒന്നും അങ്ങ് എത്തൂല്ല, അതൊക്കെ അങ്ങ് കട്ട പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. നല്ലതുപോലെ ഒന്ന് ഉലർത്തിങ്ങി എടുക്കുക.